വാസുട്ടാ വാസുട്ടാ ആരുമില്ല ഇവിടെ? ചേച്ചി വാസുട്ടനോടെ? പുള്ളി വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. വാസുവേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ 2 ദിവസമായിട്ട് വാസുവേട്ടനെ ഫോണിൽ വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ല. എന്താ കാര്യം? എന്താ ചേച്ചി? കുറച്ച് കാശ് കൊടുത്തിരുന്നു പുള്ളിക്ക്. പുള്ളി പുതിയതായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തിരുന്നല്ലോ. അപ്പൊ അത് 1 മാസം കൊണ്ട് ഇരട്ടിയാവുന്നൊക്കെ പറഞ്ഞപ്പോ ആധാരം പണയം വെച്ചിട്ട് ഞങ്ങൾ കാശ് കൊടുത്ത്. ഇപ്പൊ ആ കമ്പനി പൂട്ടിയെന്ന് ഞങ്ങൾ അറിഞ്ഞ്. പുള്ളി എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. പുള്ളി വന്നാന്ന് പറഞ്ഞുതരും. വാസുവേട്ടൻ വന്നാ ഞാൻ പറയാം. 2 ദിവസം കൂടി ഞങ്ങൾ നോക്കും. അത് കഴിഞ്ഞ ഞങ്ങൾ ഒരു വര കൂടി വരും. അപ്പൊ ഞങ്ങൾ രീതി ഇതാവും. അത് പുള്ളി വന്നൊന്ന് പറഞ്ഞു. ദൈവമേ, വാസുവേട്ടൻ എന്തൊക്കെയാ കാണിക്കുന്നത്? ഇതാരത്? ഇതെന്താ മൂപ്പര് ഈ വേഷത്തില്? എടാ വാസുട്ടേച്ചി, ഇത് എവിടെയായിരുന്നു? അല്ലട വാസുട്ടേച്ചി, എന്ത് പണിയാ കാണിക്കണേ? കായും മഴയൊക്കെ ആയപ്പോ ആരോടും പറയാണ്ട് മറ്റേ ഹിമാലയത്തിലേക്ക് പോവാ? അതോ ബോംബെയിലോ മദ്രാസോ തിരുവനന്തപുരം എവിടെ? എന്താ നോക്കണേ? വന്ന ഫ്ലൈറ്റ് നോക്കുക. എന്തപ്പത്? അങ്ങനുണ്ട് നല്ല കായായപ്പോഴേ മിണ്ടാൻ കൂടി വയ്യ. എന്റെ കേർന്ന് കൂട്ടുകാരനാണ്, സഹോദരനാണ്, ഒരു അമ്മേന്റെ പാല് കുടിച്ചാണ്. ഇപ്പൊ മതിയായില്ലോ. എന്നാലും ഈ വേഷം മല്ലികേ, ഓ എന്താ ഇത്? നല്ല മീൻകറി ഇപ്പൊ തരാട്ടോ. പഴുപ്പം നിറക്കിയതേ. അയ്യോ വാസുട്ടാ, വാസുട്ടാ, നിങ്ങൾ എന്ത് പണി കാണിച്ചേ? വാസുട്ട് എങ്ങോട്ടാണ് ഞാൻ വെച്ച മീൻകറി എടുത്ത് പുറത്തു കളയാൻ പറഞ്ഞേ? ഈ വീട്ടിൽ ഇനി മത്സ്യമാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല മകളെ. അതിന് നിങ്ങൾ ഉപയോഗിക്കണ്ട, എനിക്ക് ഉപയോഗിച്ചൂടെ? 1 കിലോ മീൻ എന്താ വില എന്നറിയോ നിങ്ങൾക്ക്? ജീവജാലങ്ങൾക്കൊക്കെ വിലയിടാൻ നമുക്ക് എന്ത് അവകാശം? കാക്കയ്ക്കും പൂച്ചയ്ക്കും കോഴിക്കും കഴുകനും പോത്തിനും എരുമയ്ക്കും സിംഹത്തിനും എന്തിന് കൊതുകിന് പോലും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലൊരു അവകാശം മാത്രമേ മനുഷ്യനുള്ളൂ. ജീവജാലങ്ങളെ കൊല്ലരുത്, കൊന്നു തിന്നരുത്, അതിന് കൂട്ടു നിൽക്കുകയും വരുത്. ഇന്നലെ വരെ മീൻ അങ്ങ് മുറിച്ച് വെട്ടി പൊരിച്ച് തിന്നപ്പോ ഇതല്ലായിരുന്നല്ലോ പറഞ്ഞോണ്ടിരുന്നേ. അത് പൂർവാശ്രമത്തിലെ കഥകളല്ലേ? സന്യാസാശ്രമത്തിൽ ആരെങ്കിലും പൂർവാശ്രമത്തിലെ കഥകൾ ഓർക്കുമോ? ഓർക്കാനേ പാടില്ല എന്നാണ്. എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല. എന്റെ വാസുട്ട് നിങ്ങൾ എന്തൊക്കെ പ്രാന്തായി കാണിക്കുന്നേ? ശരി അമ്മേ. അമ്മേന്നോ? വാസുട്ട് നിങ്ങളുടെ ഭർത്താവട്ടോ. അർത്ഥശൂന്യമായ ബന്ധങ്ങളെ സന്യാസ ജീവിതത്തിലേക്ക് വലിച്ചിഴക്കരുത് മകളെ, പ്ലീസ്. അപ്പൊ എന്റെ ഈ താലി? താലി ഒരു അലങ്കാരമല്ലേ, അത് അവിടെ കിടക്കട്ടെ. നല്ല ഭംഗിയാ. ഈ വാസുട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നേ? ജോസുട്ടേ, ഓനെന്താ ഉദ്ദേശിക്കണത്? ഓന്റെ കിടപ്പാടം പോയപ്പോ ഞാൻ ഇവിടെ കയറി താമസിക്കാൻ ഒരു സൗകര്യം കൊടുത്തതേ നിന്റെ ഒരു കൂടപ്പറപ്പല്ലെന്ന് വിചാരിച്ചിട്ടാണ്. ഈ ജാതി കാര്യമൊന്നും ഇവിടെ നടക്കൂല. നിങ്ങളോട് രണ്ടാളോട് ഞാൻ പറയാണ്, ഇത് ഇന്റെ വാപ്പാടെ വീടാണ്. ഇവിടെ കണ്ടവരൊന്നും വരുന്നത് ഒന്നാമതൊക്കെ ഇഷ്ടല്ല. ഇപ്പൊ തോന്നിയാസം ഏതാണ്ട് മന്ത്രവാദവും കുന്തൊക്കെ. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ രീതിയിലാവും. ആണ് ഞാൻ എന്നെ വിളിപ്പിച്ചത്. ഈ സമാധാനത്തിലെ കാര്യങ്ങളൊന്ന് പറഞ്ഞ് എന്താ അവന്റെ കാര്യം ചോദിക്ക്. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സഹായിക്കാം. നമ്മുടെ ഒരു കൂട്ടുകാരനല്ലേ, അത് പറയാ. പരീക്ക
നിങ്ങൾ കാണുന്നില്ല ഈ വാസേട്ടൻ കാട്ടിക്കൂട്ടുന്നൊന്നും എനിക്ക് മടുത്ത്. ഞങ്ങൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു വല്ലേ. നാട്ടുകാരോട് മൊത്തം പൈസ വാങ്ങിയിരിക്കുക. എന്നിട്ട് അവരൊക്കെ തിരിച്ചു ചോദിക്കാൻ വരുമ്പോ പൂജ ചെയ്യാന്ന് പറഞ്ഞ് വാതിലടച്ചിരിക്കുന്നു. എന്താ ഈ കോലക്കെന്ന് പറയാൻ പോണത്? ഈ പെണ്ണ് എന്ത് ചെയ്യും? അവൾക്കൊരു പണി വല്ലതും അറിയോ? ഞാൻ ഈ 2 മക്കളെയും കൊണ്ട് എന്ത് ചെയ്യും? എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ചത്തു കളയും. നീ അങ്ങനെയൊന്നും പറയണ്ട, നമുക്ക് സമ്മാനം ഉണ്ടാക്കാം. എന്താ പറയണ്? ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് വേറെ ഒരു പണിക്കും പോവാൻ അറിയില്ലല്ലോ. അതെ, ഇപ്പൊ ചെന്നത് ഒത്തുതീർപ്പാക്കി ഇത് നടക്കൂല. ഇപ്പോഴേക്കിപ്പോ അതെ വല്യേ, ഞാനൊരു കാര്യം എന്നോട് പറഞ്ഞ അതേമാതിരി ചെയ്യോ? ചെയ്യും. എന്താ ഈ കാണിക്കണേ? വാസുട്ടെ എന്താ കാണിക്കണ ഇയാള്? ആഗമനോദ്ദേശം എന്താണ് ഉണ്ണികളെ? ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എന്താ എന്റെ ഉദ്ദേശം? ജീവിതം തന്നെ ഈശ്വരനിൽ അർപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല. ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളൊക്കെ ദേ ഉണ്ണികൾക്കല്ലേ. നിനക്കെന്താണ് പ്രാന്താണ്? ആഴ്ച 1-2 വേഷം കെട്ടാൻ തുടങ്ങിയിട്ട്. അങ്ങനെയൊന്നും പറയരുതുണ്ണി. പിന്നെ എങ്ങനെ പറയണം? വാസുട്ടിയെ, ഒരു കാര്യം ഞാൻ എന്നോട് പറയാം. ഇത് ജീവിതാണ്. ഈ ആ ചിന്താവിഷ്ടയായ ശ്യാമള എന്നുള്ള സിനിമയിലത്തെ മാതിരി ശ്രീനിവാസന്റെ മാതിരി വേഷം കെട്ടി നടക്കുകയാണ് വെച്ചാൽ അതങ്ങോട്ട് മാറ്റിക്കോ. അത് സിനിമ, ഇതെന്റെ ജീവിതാ. ജീവിതത്തിലൊന്നും പ്രത്യേകിച്ച് അങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ മനസ്സമാധാനമായിട്ട് ജീവിക്കണം. ഉണ്ണികളുടെ അറിവിലേക്കായിട്ട് ഒരു കാര്യം കൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. ഇതിപ്പോ ഒരു വീടല്ല, ഒരു ആരാധനാലയാണ്. ആരാധനയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഭംഗം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഗൃഹത്തിനകത്ത് താമസിക്കുന്ന ആർക്കും എപ്പോൾ വേണമെങ്കിലും ആപത്തുകൾ സംഭവിക്കാം. എന്തൊക്കെയാ ജോസുട്ടെ ഓനീ പറയണേ? വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാണ് പരിക. ഇറങ്ങി പോടാ ഇവിടെ നിന്ന്. അങ്ങനെയല്ല ഉണ്ണി. ഉണ്ണി അടിച്ചിന്റെ പല്ലിയാ ഞാൻ നിലത്തൊരു ഞാൻ. ജോസുട്ടെ വേണ്ട, ഒന്നും ചെയ്യണ്ട. ഇവനൊക്കെ തല്ലിട്ട് എന്തിനാ നമ്മളെ കൈ കേടുവരുത്തണേ? ഓന് ഇഷ്ടമല്ല എന്താ ചെയ്യട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അന്റെ ഈ വേഷം കെട്ടണേ ഈ വീട് പറ്റൂല. ഇപ്പൊ ഇറങ്ങണ അവിടുന്ന്. ഉണ്ണി, പൊന്നുണ്ണി, ഭവതി എങ്ങോട്ടാ? അതിന് നിങ്ങൾ അറിയുന്നേ? ഏതൊരു യാത്രയ്ക്ക് ഒരു ഉദ്ദേശം കാണുമല്ലോ. എനിക്ക് പല ഉദ്ദേശവും കാണും. ഇങ്ങനെ ക്ഷോഭിക്കാൻ മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? അയ്യോ, ഇവിടെ ഒന്നും സംഭവിച്ചില്ലേ. ഞാനേ എന്റെ പാട് നോക്കി പോവുക. അപ്പൊ നമ്മുടെ കുട്ടികൾ നിങ്ങളാണല്ലോ, ദൈവം നോക്കിക്കോളുമല്ലോ. എന്നാ ഭൗതി എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പുറപ്പെടുക. ഈ അല്ല പോണ്ടത്, മൂപ്പര അവിടുന്ന് പോണ്ടത്. വേഗം ഇവിടുന്ന് ഇറങ്ങി പോയിക്കോണോ. മല്ലികേ, അകത്ത് കയറിപ്പോ. ഇല്ല, ഞാൻ പോവുക. നിന്നോടാ പറഞ്ഞ അകത്തേക്ക് കയറി പോവാൻ. ഇല്ലാന്ന് പറഞ്ഞില്ലേ? എന്താണ് നായിച്ച് പറഞ്ഞായി? എടീന്നോ? ഇതൊന്നല്ല ചോദിച്ചു പറഞ്ഞായിരുന്നായി. ഭവതി, അമ്മ, ഉണ്ണി, ഇതൊക്കെ അല്ലായിരുന്നു എന്റെ ഭാഷ. ഇപ്പൊ എന്റെ ഭക്തിയൊക്കെ ഇറങ്ങിയോ? അടിച്ചെന്റെ പല്ലുകൾ കൊഴിക്കൂട്ടാ. എന്റെ വേഷം കെട്ട് അന്റെ കിണ്ടി എവിടെ വെക്കടാ? ഇല്ലെങ്കിൽ എന്റെ കുണ്ടി ഞാൻ തല്ലി പൊളിക്കും. എന്താ മനസ്സിലാക്കിയത്? എന്താ എന്റെ ഉദ്ദേശം? കുട്ടിയെ, എന്താ സംഭവിച്ചെന്ന് പറയാ വാസുട്ടി. ഞാൻ ആകെ പെട്ടിരിക്കാണ്. ഞാൻ ആ ചേർന്ന കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി പൂട്ടി. ആളുകളോട് മേടിച്ച പൈസയൊക്കെ പോയി. പോയാ? ഇനി ആളുകൾ എല്ലാരും കൂടെ അന്വേഷിച്ച് വന്നിട്ട് എന്നെ വല്ലതും ചെയ്യോ തല്ലിക്കൊല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വേഷം കെട്ടിയത്. ഞാനെങ്ങാനും ചത്തുപോയ പിന്നെ ഇവൾക്ക് ആരാണുള്ളത്? എന്റെ കുടുംബത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ വേഷം കെട്ടിയത്. ഓക്കെ, എന്തൊക്കെ സ്വപ്നങ്ങളാണ് വാസുട്ടീച്ച് ഞങ്ങക്ക് തന്നായി. എന്താ കാട്ടണേ? അതെ, ഒരു കാര്യം എന്നോട് പറയാട്ടോ. അന്നെ പോലുള്ള കള്ളന്മാർക്ക് ഇടാനുള്ളത് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട്, അതിനൊരു പവിത്രത ഉണ്ട്, അതിനുള്ള അറിവും വേണം. മര്യാദ കൂരിക്ക് വെച്ചത്. എന്ത് കേറി പോടാ.